നിങ്ങൾ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ എങ്ങനെ വിൽക്കാമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സരക്ക് ബിസിനസ് ആപ്പ് ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ വിസിബിൾ ആക്കാം. പിന്നെ കസ്റ്റമർ ജിലിപ്പ് ഓർഡർ ചെയ്താൽ അവരുടെ ലൊക്കേഷൻ, കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നിവ ലഭിക്കും. അതിനാൽ കസ്റ്റമേഴ്സിനെ എളുപ്പം റീച്ച് ചെയ്ത് ഉൽപ്പന്നങ്ങൾ അവിടേക്ക് ഡെലിവറി ചെയ്യാം. ഈ പ്രോസസ്സ് എങ്ങനെ ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ നോക്കാം. വരൂ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സരക്ക് ആപ്പിൽ ഓൺലൈൻ സ്റ്റോറിൽ വിൽക്കേണ്ടത് എന്തിനെന്നതിനെക്കുറിച്ച് ചില ടിപ്പുകൾ ഞാൻ നൽകാം. ആദ്യ പോയിന്റ് എന്തെന്നാൽ, നമ്മുടെ ലോക്കൽ ഏരിയയിൽ കടന്ന് നമ്മുടെ ഉൽപ്പന്നം പുറത്തേക്ക് വിൽക്കാൻ തീർച്ചയായും ഒരു ഓൺലൈൻ സ്റ്റോർ ആവശ്യമുണ്ട്. അതിനാൽ നമ്മുടെ ഓൺലൈൻ സ്റ്റോർ ഫീച്ചർ ഇതിൽ ഉപയോഗിക്കാം. രണ്ടാം പോയിന്റ്, നമ്മുടെ ഉൽപ്പന്നം 25 മണിക്കൂർ 7 ദിവസം വിസിബിൾ ആയിരിക്കും. അഥവാ നമ്മുടെ ഷോപ്പ് ഓഫ്ലൈനായി അടച്ചാലും ബിസിനസ് ഓൺലൈനിൽ തുടരുന്നതിനാൽ കൂടുതൽ ആകർഷകമായ കസ്റ്റമേഴ്സ് നമ്പറിലേക്ക് വരും. നാലാം പോയിന്റ്, നമ്മുടെ സരക്ക് ആപ്പിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ പേയ്മെന്റ് മോഡ് കോൺഫിഗർ ചെയ്യാൻ കഴിയും. അതായത് നിങ്ങളുടെ UPI, ബാങ്ക് വിവരങ്ങൾ അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി എന്നിവ എളുപ്പത്തിൽ ഉപയോഗിക്കാം. ഇതിലൂടെ ഉൽപ്പന്നം ഡെലിവറി ചെയ്ത ഉടനെ പേയ്മെന്റ് ശേഖരിക്കാം. ആറാമതായി, സരക്ക് അനൗൺസ്മെന്റ് ഫീച്ചറിലൂടെ നിങ്ങൾ നൽകുന്ന ഓഫറുകളും ഡിസ്കൗണ്ടുകളും നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തും. അതായത് കസ്റ്റമർക്ക് നിങ്ങളുടെ ഷോപ്പ് നേരിട്ട് തുറക്കാം. ഇത് മെയിൻ സ്ക്രീനിൽ തന്നെ കാണുന്നതിനാൽ കസ്റ്റമർമാർ നിങ്ങളുടെ ബിസിനസ് പലതവണ സന്ദർശിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. കൂടാതെ ഇത്തരം ഓഫറുകൾ നൽകുന്നതിലൂടെ വലിയ ബ്രാഞ്ചുകളോടും നിങ്ങൾക്ക് എളുപ്പത്തിൽ മത്സരിക്കാം. ഇതെല്ലാം നമ്മുടെ സരക്ക് ആപ്പിലുണ്ട്. അതിനാൽ സരക്ക് ബിസിനസ് ആപ്പിൽ പ്രൊഫൈൽ ഉണ്ടാക്കി ഓൺലൈൻ സ്റ്റോർ ഇന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി സരക്ക് ആപ്പിൽ ബിസിനസ് ഷോക്കേസ് ചെയ്യാനുള്ള ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ആദ്യമായി, നിങ്ങളുടെ പ്ലാനിൽ ഓൺലൈൻ ഓർഡർ ഫീച്ചർ ഉണ്ടെന്ന് നിങ്ങൾ പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് കൃത്യമായി അവിടെ ഉണ്ടായിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ കട വന്നിട്ട് സരക്ക് ബയർ ആപ്പിൽ ഉപഭോക്താക്കൾക്ക് വ്യക്തമായി വിസിബിൾ ആവുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാം ഘട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പക്കലുള്ള സ്റ്റോക്കുകളിൽ നിന്ന് ഏതെല്ലാം സ്റ്റോക്കുകൾ നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വിസിബിൾ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം വളരെ ശ്രദ്ധാപൂർവം ഓരോന്നായി തിരഞ്ഞെടുക്കേണ്ടതാണ്. നമ്മുടെ ഡേറ്റകൾ നിങ്ങളുടെ അക്കൗണ്ട് പ്രൊഫൈലിൽ കാണാൻ സാധിക്കും. നിങ്ങൾ അപ്ലോഡ് ചെയ്ത എല്ലാ ഫോട്ടോകളും കാണാം. അത് അപ്ലോഡ് ചെയ്ത ഫോട്ടോകൾക്ക് ശേഷം അത് സാധനം ആയിരിക്കും. ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ കാണില്ല. ഉദാഹരണത്തിന്, പ്രൊഫൈലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇമേജുകൾ വെക്കാറുണ്ട്. പിന്നീട് മാറ്റിയാലും ടീമിന് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അവർ പോർട്ടലിൽ ഡിസേബിൾ ചെയ്താൽ ആ അക്കൗണ്ട് വിസിബിൾ ആകില്ല. ഇനി ബിസിനസ് പ്രൊഫൈൽ ഓൺലൈനിൽ എങ്ങനെ ഷോക്കേസ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം പ്രൊഫൈൽ സ്ക്രീനിലേക്ക് പോവുക. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ വർക്കിംഗ് ഹവേഴ്സ് കാണാം. ഇത് സെലക്ട് ചെയ്ത് പ്രവർത്തന സമയം കോൺഫിഗർ ചെയ്യാം. അതിൽ നൽകുന്ന സമയപരിധിയിൽ നിങ്ങൾ ആ ബിസിനസ് ബയർ ആപ്പിൽ ഷോക്കേസ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഡെലിവറി ഇൻഫോ എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഡെലിവറി ഇൻഫോയിൽ നിങ്ങൾ ഡെലിവറി ചെയ്യുമോ എന്ന് യെസ് അല്ലെങ്കിൽ നോ എന്ന് നൽകണം. അതിൽ നിങ്ങൾ യെസ് സെലക്ട് ചെയ്താൽ ഡെലിവറിയിൽ നിങ്ങൾ സെൽഫ് പിക്കപ്പ് കാണിക്കാമോ എന്ന് ചോദിക്കും. താഴേക്ക് പോയാൽ നിങ്ങൾക്ക് എത്ര റേഡിയസിൽ ഡെലിവറി ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കാം. അതായത് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് മിനിമം കിലോമീറ്റർ, മാക്സിമം കിലോമീറ്റർ എന്നിങ്ങനെ കോൺഫിഗർ ചെയ്യാം. മിനിമം കിലോമീറ്റർ കോൺഫിഗർ ചെയ്താൽ, ഉദാഹരണത്തിന് മിനിമം 2 കിലോമീറ്റർ നൽകിയാൽ ഇവിടെ ഔട്ടർ റേഞ്ചിലുള്ള കസ്റ്റമേഴ്സിനെ കവർ ചെയ്യാൻ മിനിമം കിലോമീറ്റർ എന്നുള്ളത് ഒഴിവാക്കാവുന്നതാണ്. മാക്സിമം 20 കിലോമീറ്റർ വരെ ഡെലിവറി ചെയ്യണമെങ്കിൽ ആ വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ നൽകാവുന്നതാണ്. ഇത് ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ ആണ്. അടുത്തത് ഓൺലൈൻ ഓർഡർ എമൗണ്ട് ആണ്. ഇവിടെ നമുക്ക് മിനിമം ഓർഡർ കോൺഫിഗർ ചെയ്യാം. 20 50 രൂപയുടെ ചെറിയ ഓർഡറുകൾ ഒഴിവാക്കാൻ മിനിമം ഓർഡർ എമൗണ്ട് എത്രയാണെന്ന് ഇവിടെ നൽകാം. നിങ്ങളൊരു ഹോട്ടലോ റെസ്റ്റോറൻറ്റോ നടത്തുകയാണെങ്കിൽ മിനിമം ഓർഡർ 150 രൂപയായി നിശ്ചയിച്ചാൽ അതിൽ കുറഞ്ഞ തുകയ്ക്ക് കസ്റ്റമർക്ക് ഓർഡർ ചെയ്യാൻ കഴിയില്ല. അതുപോലെ മാക്സിമം തുക 500 രൂപ മുതൽ വലിയ പാർട്ടി ഓർഡറുകൾക്കായി 30,000 രൂപ വരെ നിങ്ങളുടെ ഇഷ്ടാനുസരണം സിസ്റ്റത്തിൽ ക്രമീകരിക്കാവുന്നതാണ്. അതിനടിയിൽ കാണുന്നത് എന്താണെന്നാൽ ഡെലിവറി ചാർജുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ്. നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് 1 കിലോമീറ്ററിന് എത്ര രൂപ വീതം ചാർജ് ചെയ്യണമെന്നത് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായി എൻ്റർ ചെയ്യാവുന്നതാണ്. ഇതിൽ ആദ്യം കാണുന്ന ഓപ്ഷൻ ഫുള്ളി ഫ്രീ എന്നതാണ്. ഫുള്ളി ഫ്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഡെലിവറിക്കായി ഒരു ചാർജും വാങ്ങുന്നില്ല എന്നും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ യാതൊരുവിധ പണവും ഈടാക്കാതെ സൗജന്യമായി ഡെലിവറി ചെയ്യുന്നു എന്നുമാണ് അർത്ഥം. അപ്പോൾ ആ ഓർഡറിന് അവർക്ക് നൽകേണ്ടത് 10 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ അത് തന്നെ ആയിരിക്കും അവിടുത്തെ ഡെലിവറി ചാർജ്. ആദ്യ 2 കിലോമീറ്ററിൽ ഓർഡർ ചെയ്യുന്നവർക്ക് ഫ്രീ ഡെലിവറി ലഭിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ പേരാണ്. ഫ്രീ കിലോമീറ്ററുകൾ ഇല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന തുക കിലോമീറ്ററിന് 10 രൂപ വീതം ചാർജ് ചെയ്യും. എത്ര ദൂരം വരെ ഡെലിവറി വേണമെന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് 10 കിലോമീറ്റർ നൽകിയാൽ ആ ദൂരത്തുള്ള കസ്റ്റമർക്ക് 100 രൂപ ഡെലിവറി ചാർജ് കാണിക്കും. അവസാനത്തെ അതർ ആക്ഷൻ വഴി
നിങ്ങളൊരു ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കൊറിയർ ബിസിനസ്സുകളിൽ ഭാരത്തിനനുസരിച്ചാണ് ചാർജ് ഈടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതർ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇതിലൂടെ ഒരു സൂചന അഥവാ ഹിന്റ് നൽകാൻ സാധിക്കും. കസ്റ്റമർ ഓർഡർ ചെയ്യുമ്പോൾ ഈ മെസ്സേജ് കസ്റ്റമർക്ക് കാണാൻ സാധിക്കും. ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് സെറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഫർണിച്ചറുകൾ ഓർഡർ ചെയ്യുമ്പോൾ ഇതുവഴി നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ അറേഞ്ച് ചെയ്യാം. വാടകയും മറ്റും ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ അന്നത്തെ റേറ്റ് അനുസരിച്ച് നൽകാം. ഇതനുസരിച്ച് ഓർഡർ പ്രോസസ് ചെയ്യാം. ഈ 4 ഓപ്ഷനുകളാണ് ഡെലിവറിയിലുള്ളത്. ഈ അക്കൗണ്ടിൽ 2 കിലോമീറ്റർ വരെ ഫ്രീ ഡെലിവറിയും ശേഷം ഓരോ കിലോമീറ്ററിനും 10 രൂപയാണ് ചാർജ്. അടുത്തത് കോണ്ടാക്ട് ഇൻഫോയാണ്. ഒരു ബിസിനസ് ഓണർക്ക് എല്ലാ ഓർഡറുകളും ഇവിടെ കാണാം. നിങ്ങളുടെ അസിസ്റ്റന്റോ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ പേഴ്സണോ അഡ്മിൻ ടീമോ ഉണ്ടെങ്കിൽ അവരുടെ ഇമെയിൽ, വാട്സാപ്പ്, വോയിസ് കോൾ വിവരങ്ങൾ ഇവിടെ നൽകുക. എന്തെങ്കിലും വിശദാംശങ്ങൾ ആവശ്യമാണെങ്കിൽ കസ്റ്റമർ വിളിക്കുമ്പോൾ ഈ വിവരങ്ങളെല്ലാം നമ്മുടെ പേജിൽ ഡിസ്പ്ലേ ചെയ്യും. അതിലൂടെ അവർക്ക് അന്വേഷണങ്ങൾ അവിടെ തന്നെ തുടങ്ങാം. ഇപ്പോൾ ഞാനൊരു കോണ്ടാക്ട് ഇൻഫർമേഷൻ നൽകി ഇവിടെ സേവ് ചെയ്യുന്നു. അടുത്ത പ്രധാന ഓപ്ഷൻ നിങ്ങളുടെ പേയ്മെന്റ് മോഡ് ഏതാണെന്നുള്ളതാണ്. ക്യാഷ് അല്ല, കാർഡ് അല്ല, നെറ്റ് ബാങ്കിങ് ആയിരിക്കട്ടെ, അതെങ്കിൽ UPI വാലറ്റ് ആയിരിക്കട്ടെ, ഇതെല്ലാം നിങ്ങളിവിടെ കാണിക്കാനും സെറ്റ് ചെയ്യാനും കഴിയും. ഈ വേർഷനിൽ എന്താണ് പ്രത്യേകതയെന്ന് നോക്കിയാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചേർക്കാം, വാലറ്റ് അക്കൗണ്ട് ചേർക്കാം. നാം അടുത്ത വേർഷനിൽ എന്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാൽ നിങ്ങൾ UPI ID ചേർക്കുമ്പോൾ നിങ്ങളുടെ കടയുടെ കീവേഡിനൊപ്പം ചേർക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനാൽ അടുത്ത വേർഷൻ നിങ്ങൾ എടുക്കുന്നെങ്കിൽ അതിൽ ഈ ഓപ്ഷൻ ഉറപ്പായും ഉണ്ടാകും. ഇപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്താൽ ഈ ഡീറ്റെയിലുകൾ പിയർ ആപ്പിൽ വിസിബിൾ ആകും. ഈ പ്രൊഫൈൽ പൂർത്തിയാക്കിയതിന് ശേഷം അടുത്തത് നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോറിലേക്ക് പോവുക. അതായത് മാനുവലായാണ് ഓൺലൈൻ. നിങ്ങളിവിടെ കാണുന്നത് പോലെ പിയർ ആപ്പിൽ നമ്മുടെ ബിസിനസ് ഇങ്ങനെ തന്നെയാണ് ഡിസ്പ്ലേ ആകുന്നത്. ഇതിൽ 3 ഷോപ്പുകളുണ്ട്. അതിൽ 2 എണ്ണം ഹോട്ടൽ ബിസിനസ്സുകളാണ്. നമ്മുടെ അക്കൗണ്ട് ഹോട്ടൽ M എന്ന് പറയുന്നതാണ്. 2 കിലോമീറ്റർ വരെ നമ്മൾ നൽകുന്ന ഫ്രീ ഡെലിവറി ഉള്ളത് കൊണ്ട് കസ്റ്റമറിലേക്കുള്ള ദൂരം 1 കിലോമീറ്റർ മാത്രമായതിനാൽ ഫ്രീ ഡെലിവറി എന്ന് കൃത്യമായി കാണിക്കുന്നു. ഒപ്പം കസ്റ്റമർ നൽകിയ റേറ്റിംഗ്സും നിങ്ങൾക്കിവിടെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ റെഡി കാർഡിൽ ചേർത്തു, അത് ഡിസ്പ്ലേ ആവുന്നു. ഇപ്പോൾ റിമൂവ് ചെയ്യുന്നു, വീണ്ടും ഈ സ്ക്രീൻ ക്ലിക്ക് ചെയ്യുന്നു. ബിസിനസ്സിൽ നോക്കിയാൽ 132 സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ 28 സ്റ്റോക്കുകൾ ഇവിടെ കാണാം. ലഭ്യമായവ മാത്രം ഓൺലൈൻ സ്റ്റോറിൽ നൽകിയതിനാൽ അത് മാത്രം ഇവിടെ ഡിസ്പ്ലേ ആവുന്നു. എനിക്ക് വേണ്ടവ ഒരു ബയറായി തിരഞ്ഞെടുക്കാം. പ്ലെയിൻ റോസ്റ്റ് 5 എണ്ണം വേണമെങ്കിൽ അത് സെലക്ട് ചെയ്താൽ തുക താഴെ കാണിക്കും. ഇത് കാറ്റഗറി ഫേസ് ആണ്. നിങ്ങളുടെ ബിസിനസ്സിലുള്ളതുപോലെ ഇവിടെ കാണാം. കസ്റ്റമർ കാർട്ടിൽ ആഡ് ചെയ്താൽ താഴെ മിനിമം ഓർഡർ തുക കാണിക്കും. നാം 115 നൽകിയതിനാൽ 150 ആണ് വരുന്നത്. ഞാൻ 55 ഐറ്റങ്ങൾ ചേർത്തു. ആകെ 5 ക്വാണ്ടിറ്റിയും 1278 രൂപയുമാണ് ഇപ്പോൾ കാണിക്കുന്നത്. കാർട്ട് സ്ക്രീനിലേക്ക് പോകുന്നു. ഇവിടെ ഞാൻ ഇതിനകം ചേർത്തിട്ടുള്ള ഐറ്റങ്ങളെല്ലാം ഡിസ്പ്ലേ ആവും. ഇവിടെ പോലും കസ്റ്റമർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഉള്ള ഓപ്ഷൻ നാം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പ്ലേസ് ഓർഡർ നൽകുന്നു. പ്ലേസ് ഓർഡർ നൽകുമ്പോൾ ഒരു യൂസറായി അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനായി ഇവിടെ നൽകാം. ഉദാഹരണത്തിന് ഐ വാന്റ് കൂടുതൽ സ്പൈസി വേണമെന്നൊരു ഹിന്റ് ഞാൻ നൽകുന്നു. ഇപ്പോൾ ഓർഡർ ശരക്ക് ബയർ ആപ്പിൽ നിന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ബിസിനസ് ആപ്പിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾ ഓർഡർ റിക്വസ്റ്റ് ചെയ്തു, നിങ്ങളുടെ സർഗോ ആട്ടെ. ശരി, ഇതിൽ എന്ത് നോട്ടിഫിക്കേഷൻ വരും? ബിസിനസ് ഓണർ എന്ത് ചെയ്യുന്നാണോ? നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്താൽ ഓർഡർ ആരിൽ നിന്ന് വന്നിരിക്കുന്നു, അവരെവിടെയാണ്, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്താണ്, ആ സ്റ്റാറ്റസ് നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ലയോ, അതെല്ലാം നിങ്ങൾ ഈ സ്ക്രീനിൽ പരിശോധിക്കാം. ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ അത് തന്നെ ഈ ഓർഡറിലേക്ക് കൊണ്ടുവരും. ഒരു വേള നിങ്ങൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാതെ ഓപ്പൺ ചെയ്താൽ ഇവിടെ നിന്ന് ഓൺലൈൻ ഓർഡർ എന്ന മെനു ക്ലിക്ക് ചെയ്താൽ അവിടെ ന്യൂ ഓർഡേഴ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. എന്തെല്ലാം ഐറ്റങ്ങൾ ഡിസ്പ്ലേ ആകുന്നു, അതായത് കസ്റ്റമർ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റങ്ങളും ഇവിടെ കാണാം. അവർ നൽകിയ ഹിന്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിനാൽ അതാണ് ഡിസ്പ്ലേ ആവുന്നത്. ഡെലിവറി ചാർജ് 0 ആണ്. ഇനി ഞാൻ അടുത്തത് സ്വൈപ്പ് ചെയ്യുന്നു. സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ ഓർഡറിന്റെ വിവിധ സ്റ്റാറ്റസുകൾ തുടർച്ചയായി കാണിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ സെൽഫ് ടാപ്പ് വഴി ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഓൺ ദ വേ എന്ന ഓപ്ഷൻ കാണിക്കില്ല, നേരിട്ട് ഡെലിവറി എന്ന ഓപ്ഷൻ മാത്രം കാണിക്കും. അങ്ങനെ ഓരോന്നൊന്നായി വരും. എല്ലാ സ്റ്റാറ്റസുകളും ഇവിടെ അപ്ഡേറ്റ് ആവും. അടുത്തത് നാം സ്വൈപ്പ് ചെയ്യുമ്പോൾ കസ്റ്റമറുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഒരു സ്പെൻഡിങ് ഫോർ എ ലോങ് ടേം, സ്റ്റാറ്റസ് അപ്ഡേറ്റ് സ്പെൻഡിങ് ഫോർ ലോങ് ടൈം.
ശരി, ഈ അലാറം എന്നത് നിങ്ങൾ ഓർഡർ സ്വീകരിച്ചതിന് ശേഷം 1 മിനിറ്റിനുള്ളിൽ ഓർഡർ കൺഫേം ചെയ്യാത്ത പക്ഷം വീണ്ടും ഈ കളർ കാണിക്കും. അതിനുശേഷം 2 മിനിറ്റ്, പിന്നെ ഇരട്ടിയായി പോകും. 2 മിനിറ്റിന് ശേഷം 4 ആവും, പിന്നെ 8. ഇങ്ങനെ ഓരോ സമയത്തും അലാറം മുഴക്കി ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകും. അതിനാൽ ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ഓർഡർ മിസ്സാകില്ല. നിങ്ങൾ ശരിയായി ഡെലിവറി ചെയ്യാൻ ഇത് ഉപകാരപ്പെടും. ഈ മാപ്പിൽ നിങ്ങൾ നോക്കിയാൽ ചുവപ്പ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കസ്റ്റമറുടെ ലൊക്കേഷനാണ്. പിങ്ക് കളറിൽ കാണുന്നത് നിങ്ങളുടെ ബിസിനസിന്റെ ലൊക്കേഷനാണ്. ഇപ്പോൾ ഒരു ഡെലിവറി ബോയ് അല്ലെങ്കിൽ നിങ്ങൾ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഈ കസ്റ്റമർ ലൊക്കേഷൻ സെലക്ട് ചെയ്താൽ താഴെ ഗൂഗിൾ മാപ്പ്, ഡയറക്ഷൻ എന്നീ ഓപ്ഷനുകൾ കാണാം. ഡയറക്ഷൻ ക്ലിക്ക് ചെയ്താൽ കസ്റ്റമറുടെ അടുത്തേക്കുള്ള റൂട്ട് മാപ്പ് നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ തെളിയും. ഇതുവഴി ലൊക്കേഷനിലെത്താൻ എളുപ്പമാണ്. ഇപ്പോൾ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞു. അടുത്തതായി ഓർഡർ റിസീവ് ചെയ്യാം. ഓർഡർ കൺഫേം ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും വ്യത്യസ്തമാണ്. റിസീവ് ചെയ്യുക എന്നാൽ നിങ്ങൾ ഓർഡർ കണ്ടു എന്നാണ് അർത്ഥം. റിസീവ് കൊടുത്താൽ അതിനുള്ള റിമൈൻഡർ നോട്ടിഫിക്കേഷൻ വരില്ല. അതിനുശേഷം നിങ്ങൾ കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യുന്നത് വരെ ആ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾ റിസീവ് ചെയ്താൽ നിങ്ങൾ ഓർഡർ കണ്ടു എന്നത് ബോയ്ക്ക് ഡിസ്പ്ലേ ചെയ്യും. ഒരുവേള അവർ പഴയ വേർഷൻ ഉപയോഗിച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കായി കൺഫേം ആയിരിക്കും. അതായത് നാം റിസീവ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് വേർഷനിൽ ചെയ്താൽ ഇപ്പോൾ ബോയ് ലേറ്റസ്റ്റ് വേർഷൻ ഉപയോഗിക്കാതെ പഴയ വേർഷൻ ഉപയോഗിച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കായി കൺഫേം ആയിരിക്കും. ഒരുവേള അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസീവ് എന്നത് മാത്രമേ നിങ്ങൾക്ക് പോകൂ. ഇപ്പോൾ ഓർഡർ നാം കൺഫേം ചെയ്തു. കൺഫേം ചെയ്തതിന് ശേഷം ഇവർക്ക് വയർ ആപ്പിൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇവർ ബോയ് ആയി ഓർഡർ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് ബയർ ബിസിനസ്സായി കോൺടാക്ട് ചെയ്യണമെന്ന് കരുതിയാൽ താഴെ കാണുന്ന കോൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നാം നൽകിയ കോൺടാക്ട് ഡീറ്റെയിൽസ് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ ഹോട്ടലിന്റെ താഴെ കാണുന്നത് നമ്മുടെ ചരക്ക് കൊണ്ടുപോകുന്ന കോൺടാക്ട് പേഴ്സന്റെ നമ്പറാണ്. ഇത് ഏതെങ്കിലും എമർജൻസി ആണെങ്കിൽ, അല്ലെങ്കിൽ ശരിയായി റെസ്പോൺസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ലൊക്കേഷൻ തെറ്റായി കാണിച്ചാൽ അപ്പോൾ റിപ്പോർട്ട് ചെയ്യാം. മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ആ ഹോട്ടലിലേക്ക് കോൾ പോകുന്നതാണ്. ബിസിനസ് നടക്കുമ്പോഴും ഈ ഓപ്ഷൻ ലഭ്യമാണ്. ഇവിടെ നിന്ന് ബയറെ കോൺടാക്ട് ചെയ്യാൻ കോൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിലൂടെ കസ്റ്റമറുടെ ലൊക്കേഷനും മൊബൈൽ നമ്പറുമെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്താം. ശേഷം ഡെലിവറി പ്രോസസ്സ് ആരംഭിക്കാം. അടുത്തത് ഞാൻ ഡിസ്പാച്ച് നൽകുന്നു. ഓരോ അപ്ഡേറ്റിലും നിങ്ങൾക്ക് സമയം സെറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ സമയം എങ്ങനെയായിരിക്കുമെന്ന് നോക്കിയാൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് അത് 15 മിനിറ്റ് ആയിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു ഓർഡർ ലഭിച്ച സമയം മുതൽ നിങ്ങൾ ആ ഓർഡർ ഡിസ്പാച്ച് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു സമയം കൃത്യമായി 15 മിനിറ്റ് എന്നാണ് ഡീഫോൾട്ട് ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ സമയം ആവശ്യമായി വരികയാണെങ്കിൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രത്യേക പ്രോസസ്സ് തന്നെ നമ്മുടെ ചരക്ക് ബിസിനസ് ആപ്പിൽ ലഭ്യമായതിനാൽ നിങ്ങളുടെ ഓർഡറുകൾ കൃത്യമായി റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഫാസ്റ്റ് ഡെലിവറി ചെയ്യാൻ വലിയ രീതിയിൽ ഉപകാരപ്പെടും. അടുത്തതായി ഞാൻ ഇവിടെ ഓർഡർ ടേക്ക് അവേ ഓപ്ഷൻ നൽകുകയാണ്. ഇപ്പോൾ ഞാൻ ഡെലിവറി പൂർത്തിയാക്കിയതിന് ശേഷം എനിക്ക് റേറ്റിംഗ്സ് നൽകാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ആ ഒരു ബയർക്ക് ഞാൻ കൃത്യമായ റേറ്റിംഗ് നൽകുന്നു. ഇപ്പോൾ ഇത് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ബയർ ആപ്പിലേക്ക് ഉടൻ തന്നെ എത്തുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബയർ ആപ്പ് തുറന്നു നോക്കിയാൽ ബയർ ആപ്പിൽ ഞാൻ ഡെലിവറി നൽകിയിട്ടുണ്ട് എന്നും അതേപോലെ തന്നെ റേറ്റിംഗ്സ് നൽകിയിട്ടുണ്ട് എന്നും കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷൻ മേലെയായി കാണാം. ആക്ഷൻ നൽകിയ പയ്യൻ മിസ് ചെയ്താലും ആ ഡെലിവറി ഓർഡർ തുറക്കുമ്പോൾ റേറ്റിംഗ് നൽകാനുള്ള ഓപ്ഷൻ നാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പയ്യൻ ഇവിടെ റേറ്റിംഗ് നൽകുന്നു. റേറ്റിംഗ് നൽകിയ ഉടനെ ബിസിനസിന് നോട്ടിഫിക്കേഷൻ എത്തും. ഇതിൽ നിങ്ങൾ കാണുമ്പോൾ ഈ ഓർഡർ സ്റ്റാറ്റസ് സ്ക്രീനിൽ ബയർ ആപ്പിൽ നിങ്ങൾ എത്ര സമയമെടുത്തു എന്നത് ഓരോ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും കാണാം. ഓർഡർ സ്വീകരിക്കുന്നത് മുതൽ കൺഫേം ചെയ്യുന്നത്, ഡിസ്പാച്ച് ചെയ്യുന്നത്, ഓൺ ദ വേ ഡെലിവറി ചെയ്യുന്നത്, ഇവയ്ക്കെല്ലാം എത്ര സമയമെടുത്തു എന്നത് അവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിലൂടെ നിങ്ങൾ ഫാസ്റ്റ് ഡെലിവറി ചെയ്തോ എന്നത് യൂസർക്ക് അറിയാം. അതിനാൽ അടുത്ത തവണ ഞാൻ ചെയ്യുമ്പോൾ നാം നൽകിയ റേറ്റിംഗുകൾ ഡിസ്പ്ലേ ചെയ്യും. നമുക്ക് ലഭിച്ച റേറ്റിംഗുകളും ഇവിടെ കാണാം. ശരിയാണോ? ഇത് സാധാരണ ഒരു ഓൺലൈൻ ഓർഡർ പോലെ. ബിസിനസ് ആപ്പിലെ ഓർഡറുകൾ വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം ഘട്ടങ്ങളുണ്ടെന്ന് നമുക്ക് വിശദമായി നോക്കാം. അതിൽ ആദ്യത്തെ ഘട്ടം അനൗൺസ്മെന്റ് ആണ്. നിങ്ങൾക്കുള്ള ഓഫറുകൾ ടെക്സ്റ്റ് ഫോർമാറ്റിലോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോകളായോ തയ്യാറാക്കി നിങ്ങളുടെ ബിസിനസ് ആപ്പിൽ നിന്ന് നേരിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഘട്ടം എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾ നമ്മുടെ അഡ്മിൻ ടീമിനെ കോൺടാക്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ അവർ വരികയും നിങ്ങൾക്കുള്ള എല്ലാ ഓഫർ വിവരങ്ങളും കൃത്യമായി ഒരുക്കി അഡ്മിൻ പോർട്ടലിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ ട്രിഗർ ചെയ്യുകയും ചെയ്യും. ആ നോട്ടിഫിക്കേഷൻ ബിസിനസ്സിലേക്ക് എത്തുന്നതോടെ നിങ്ങൾക്ക് കൂടുതൽ ഓർഡറുകൾ ലഭിക്കാനുള്ള വലിയൊരു സാധ്യതയാണ് ഇവിടെ തെളിയുന്നത്. അനൗൺസ്മെന്റ് ഫീച്ചർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ബിസിനസ് മെനുവിൽ പോയി അനൗൺസ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾ മുൻപ് ചെയ്തവയുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. പുതിയത് സൃഷ്ടിക്കാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ പ്ലാനിൽ ഈ ഫീച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്ലാൻ വാങ്ങാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പ്ലാൻ വാങ്ങി സ്ക്രീനിലെത്തി. ഇതിൽ നമുക്ക് ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ തുടങ്ങിയ 4 ഫോർമാറ്റുകളിൽ കണ്ടന്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇമേജ് തിരഞ്ഞെടുക്കുന്നു. ഞാൻ ഇതിനകം ഒരു ഇമേജ് വെച്ചിട്ടുണ്ട്. അതിനാൽ ഷവർമയ്ക്ക് ഓഫർ നൽകുന്ന പോലെ അതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ക്രോപ്പ് ചെയ്യുന്നു. ഇവിടെ ബൈ 1 get 1 ഷവർമ ഫ്രീ എന്ന ഓഫർ ഞാൻ ചേർത്തിട്ടുണ്ട്. ശരിയാണോ? ഇതിലിനി ഈ സെലക്ഷൻ ഏത് ഐറ്റങ്ങൾക്കാണ് ഈ ആപ്ലിക്കേഷൻ ബാധകമാകുന്നതെന്ന് നമുക്കിവിടെ നിർവചിക്കാം.
ഇപ്പോൾ ഞാൻ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ലാത്തതിനാൽ ഞാൻ വെറും ബിരിയാണി വെറൈറ്റി സെന്റർ തിരഞ്ഞെടുക്കുന്നു. അത് തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് ഈ അഡ്വർടൈസ്മെന്റ് ക്ലിക്ക് ചെയ്യുന്നവർക്ക് ആ ഉൽപ്പന്നം മാത്രം ഫിൽട്ടർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും. അടുത്തതായി വിസിബിലിറ്റി ഓൺ ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കായി വിസിബിൾ ആയിരിക്കും. ഏത് തീയതിയിലാണ് ഇത് പബ്ലിഷ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇവിടെ തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് ഇത് അതേ തീയതിയിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിനാൽ നിങ്ങൾ അടുത്ത തീയതി തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുക്കുന്നതിന് ശേഷം ഏത് സമയത്ത് ഇത് പബ്ലിഷ് ആകണമെന്ന് നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഉദാഹരണത്തിന് രാവിലെ 9 മണിക്ക് ഇത് പബ്ലിഷ് ആവുന്ന പോലെ ഞാൻ സെറ്റ് ചെയ്തു. നാളെ രാവിലെ 9 മണിക്ക് ഇത് ഡിസ്പ്ലേ ആവും. ശരി, ഇപ്പോൾ 9 മണിക്ക് അത് ഡിസ്പ്ലേ ആവും. ശരി, ഇനി നോക്കൂ. അനൗൺസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇമേജ് ആഡ് ചെയ്ത് ഫിൽറ്ററുകൾ നൽകുക. ശേഷം പബ്ലിഷ് ചെയ്യേണ്ട സമയവും തീയതിയും നൽകാം. ഇത്രയും ചെയ്താൽ നമ്മുടെ അനൗൺസ്മെന്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. തുടർന്ന് അഡ്മിൻ ടീം ഇത് വെരിഫൈ ചെയ്യും. ഉള്ളടക്കം ശരിയല്ലെങ്കിൽ അവർ ഡിസപ്രൂവ് ചെയ്യും. അഡ്മിൻ ടീം അപ്രൂവ് ചെയ്താൽ ഉടൻ തന്നെ ഇത് ഡിസ്പ്ലേ ആവുന്നതാണ്. ഇപ്പോൾ നോക്കിയാൽ നാം ഇതിനകം ക്രിയേറ്റ് ചെയ്ത അനൗൺസ്മെന്റ് ഡിസ്പ്ലേ ആവുന്നു. ആ അനൗൺസ്മെന്റ് ഞാൻ ക്ലിക്ക് ചെയ്താൽ അതിന് ഇപ്പോഴും റിവ്യൂലിരിക്കുന്ന ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാം. അതിന് കീഴിലുള്ള കൗണ്ടുകളെല്ലാം നോക്കിയാൽ എത്ര തവണ എത്ര യൂസർമാർ നമ്മുടെ അനൗൺസ്മെന്റ് കണ്ടിട്ടുണ്ട്, എത്ര പേർ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, എത്ര പേർ ഓർഡർ ചെയ്തിട്ടുണ്ട്, എത്ര പേർ അത് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലുകളും നിങ്ങൾക്ക് ഡിസ്പ്ലേ ആവും. അതിനാൽ ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ലഭിക്കും. നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന അനൗൺസ്മെന്റ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉപകാരപ്രദമാണോ അല്ലയോ എന്നത് അറിയാൻ കഴിയും. നല്ലൊരു കണ്ടെയ്നർ തയ്യാറാണെങ്കിൽ അത് ആവർത്തിച്ച് പോസ്റ്റ് ചെയ്യാം. ബയർ ആപ്പിൽ നമ്മുടെ അനൗൺസ്മെന്റ് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നതാണ്. ബിസിനസ് ക്ലിക്ക് ചെയ്താൽ ലഭ്യമായ ഐറ്റങ്ങൾ ഡിസ്പ്ലേ ആയി വരുന്നതായിരിക്കും. അനൗൺസ്മെന്റ് ഓപ്പൺ ചെയ്താൽ ഓഫർ നൽകിയ ഉൽപ്പന്നങ്ങൾ മാത്രം കാണാൻ സാധിക്കും. ഇവ രണ്ടിനും ഓഫർ ഉള്ളതിനാൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇത് കൂടുതൽ ഓർഡറുകൾ ലഭിക്കാൻ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഒരു യൂസർ വന്ന് ആ അനൗൺസ്മെന്റ് ക്ലിക്ക് ചെയ്ത് അവർ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ അനലിറ്റിക്സ് എങ്ങനെയാണെന്ന് ബിസിനസ്സിൽ എങ്ങനെ കാണാം? ന്യൂ ഓർഡർ റിക്വസ്റ്റ് ഓൺ യോർ ചരക്ക് ആപ്പ് എന്നത് വീണ്ടും അനൗൺസ്മെന്റ്സ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ നാം ഇപ്പോൾ റീസെന്റ് ആയി പോസ്റ്റ് ചെയ്ത അനൗൺസ്മെന്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ നോക്കിയാൽ സ്റ്റാറ്റസ് വെരിഫൈഡ് ആയി കാണിക്കുന്നു. ആ ഒരു യൂസർ നമ്മുടെ അനൗൺസ്മെന്റ് കണ്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ ആ ബിസിനസ് ഇതിനകം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകാം. അതായത് 2 തവണ ആ അനൗൺസ്മെന്റ് ഞാൻ കണ്ടു. ഫ്രണ്ടിലും ബാക്ക് എൻഡിലും പരിശോധിച്ചു. അതിനാൽ വ്യൂസ് കൗണ്ട് 2 ആയി. ഞാൻ ഒരു തവണ ക്ലിക്ക് ചെയ്തു, ഒരു തവണ ഓർഡറും ചെയ്തു. ഇതെല്ലാം ഒരു യൂസർ ചെയ്തതാണ്. ആപ്പ് ക്ലോസ് ചെയ്ത് മറ്റൊരു സ്ക്രീനിൽ പോയി വരുമ്പോൾ കൗണ്ട് മാറും. ഇപ്പോൾ വ്യൂസ് 4 ആയി മാറിയിരിക്കുന്നു. പണിയണു അങ്ങനെ വീണ്ടും ഇത് വന്നിരിക്കണം. ആ സ്റ്റാറ്റസ് അതുപോലെ തന്നെ ദീർഘകാല സ്പെൻഡിങ് അയക്കുന്നു. എൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ദീർഘകാലം സ്പെൻഡായി. ഇപ്പോൾ നോക്കിയാൽ 2 കാണിക്കുന്നു. വീണ്ടും അവർ ഓർഡർ ചെയ്യുന്നു. ഇതെല്ലാം നോക്കിയാൽ ഇൻസ്റ്റന്റ് അപ്ഡേറ്റ് ആവുന്നു. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അഥവാ കുറച്ച് വൈകിയ അപ്ഡേറ്റ് ആവില്ല. ഇത് ഇൻസ്റ്റന്റ് അപ്ഡേറ്റ് ആവുന്നതാണ്. ഇപ്പോൾ സ്ക്രീൻ റിഫ്രഷ് ചെയ്താൽ 2 ഓർഡറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പേ ചെയ്ത് ഈ പിക്ചർ ഉപയോഗിക്കുന്നത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഉപകാരപ്രദമാണെന്ന് ബോധ്യപ്പെട്ടാൽ അനൗൺസ്മെന്റ് പബ്ലിഷ് ചെയ്യാം. ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് പബ്ലിഷ് ചെയ്താൽ അത് 7 ദിവസം വരെ വിസിബിൾ ആയിട്ടിരിക്കുന്നതാണ്. മുമ്പ് ഇത് വെറും 21 മണിക്കൂർ മാത്രമായിരുന്നു. നമ്മുടെ അനൗൺസ്മെന്റ് ഫീച്ചർ മൊബൈലിൽ കാണുന്നത് പോലെ തന്നെ പ്രനൗൺസ്മെന്റ് ഫീച്ചറും അഡ്മിൻ പോർട്ടലിൽ നിന്ന് ട്രിഗർ ചെയ്യാം. ഇതുവഴി ടാർഗറ്റ് കസ്റ്റമർമാർക്ക് ഇമേജ്, ടൈറ്റിൽ, മെസ്സേജ് എന്നിവയടങ്ങിയ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ ബിസിനസ് ആക്റ്റീവ് ആണെന്ന് ഇതിലൂടെ കസ്റ്റമർ മനസ്സിലാക്കും. ഈ നോട്ടിഫിക്കേഷൻ കണ്ട് അവർ ഓർഡർ നൽകുന്നതിലൂടെ കൂടുതൽ കസ്റ്റമർമാരെയും ഓർഡറുകളും നമുക്ക് ലഭിക്കും. ഇത് ബിസിനസ് വളർത്താൻ വളരെ ഉപകാരപ്രദമാണ്. അതിനാൽ അനൗൺസ്മെന്റ് ഫീച്ചർ നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചരക്ക് ബിസിനസ് ആപ്പിൽ എങ്ങനെ ഓൺലൈൻ ഓർഡർ ചെയ്യാം എന്നതിനെക്കുറിച്ച് ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സാധാരണ ബിസിനസ്സിൽ പല ചാലഞ്ചുകളും ഉണ്ടാവും. ബിസിനസ് നടത്തുന്നത് വലിയൊരു ചാലഞ്ചാണ്. പക്ഷേ ചരക്ക് ബിസിനസ് ആപ്പിൽ ഓൺലൈൻ ഓർഡർ മാനേജ് ചെയ്യാനും ബിൽഡിംഗ് ഫീച്ചർ ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. നിങ്ങൾ ഞങ്ങളിലൂടെ പർച്ചേസ് ചെയ്താലും നിങ്ങളുടെ ബിസിനസ് അക്കൗണ്ട് തുറന്നു നോക്കാം. കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കടയിൽ ഡെമോ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന കോൺടാക്ട് സപ്പോർട്ടിൽ റീച്ച് ചെയ്യൂ. അവർ നിങ്ങളെ കാത്തിരിക്കും. നിങ്ങൾ ദൂരത്തെങ്കിൽ ഞങ്ങൾ റിമോട്ടായി ഡെമോ നൽകും. അതായത് ഓൺലൈൻ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം വഴി കണക്ട് ചെയ്ത് ഞങ്ങളുടെ ഡെമോ കാണിച്ചു തരാം. കൂടാതെ കൂടുതൽ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകൾ സന്ദർശിച്ചു നോക്കൂ. പുതിയ ഫീച്ചറുകളും വിവരങ്ങളും അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. കണ്ടതിന് നന്ദി.